ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, സന്ദർശനങ്ങളുടെ മഹാകാവ്യമാണ് വേദപുസ്തകം. ഏദൻ തോട്ടത്തിൽ ആദിമാതാപിതാക്കളെ കാണാനെത്തുന്ന ദൈവം, അവരോടൊത്ത് നടക്കുന്ന ദൈവം, മാമ്രയുടെ ഓക്കുമരത്തോപ്പിൽ അബ്രാഹത്തെ സന്ദർശിക്കുന്ന ദൈവം, യാക്കോബിനെ മരുഭൂമിയിൽ സന്ദർശിക്കുന്ന ദൈവം, ഇങ്ങനെ ദൈവം നടത്തുന്ന സന്ദർശനങ്ങളുടെ മഹാകാവ്യമായി വേദപുസ്തകം നിലകൊള്ളുന്നു. വേദപുസ്തകത്തിലെ അവസാന ഗ്രന്ഥമായ വെളിപാട് പുസ്തകവും അവസാനിക്കുന്നത് അതിമനോഹരമായ ഒരു പ്രാർത്ഥനയോടെയാണ്. കർത്താവായ ദൈവമേ, വേഗം വരണമേ. മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിൽ പൂർത്തിയാകാനിരിക്കുന്ന മനോഹരമായ സന്ദർശനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളോടെയാണ് വേദപുസ്തകം അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ സന്ദർശിച്ച 3 പേരുടെ കഥ പറയുകയാണ് ഇന്നത്തെ സുവിശേഷം. പൈതലായി പിറന്ന ദൈവകുമാരനെ കാണുന്നതിനായി ലോകത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് വരുന്ന 3 ജ്ഞാനികൾ. ദൈവത്തെ അന്വേഷിച്ചിറങ്ങുന്നവർക്ക്, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ജ്ഞാനികൾ യഥാർത്ഥ ഭൂപടങ്ങളാണ്, മാർഗരേഖകളാണ്. അവരിലൂടെ സഞ്ചരിക്കുന്നവർക്ക് രക്ഷകനിലേക്ക് കൃത്യമായി എത്തിച്ചേരാൻ കഴിയും. രക്ഷകനിലേക്ക് നയിക്കുന്ന ജ്ഞാനികളുടെ 3 പ്രത്യേകതകളെ വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നുണ്ട്. 1, അവർ നക്ഷത്രത്തെ പിന്തുടർന്നവരാണ്. നക്ഷത്രം ഉന്നതമായ ദർശനങ്ങളുടെ പ്രതീകമാണ്. വിണ്ണിലേക്ക് നോക്കുന്നവർക്ക്, മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നവർക്ക് മാത്രമാണ് നക്ഷത്രങ്ങളെ ദർശിക്കാനാവുക. കണ്ണു നൽകുന്ന ശാരീരികമായ കാഴ്ചകൾക്കപ്പുറം ദൈവം നൽകുന്ന ദർശനങ്ങളിലേക്ക് കണ്ണു തുറക്കാൻ സാധിക്കുന്നവരെയാണ് നക്ഷത്രം കാത്തിരിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ വെച്ച് മോശ ദൈവത്തെ കണ്ടുമുട്ടുന്നതിനെ അതിമനോഹരമായി പുറപ്പാട് പുസ്തകം വിവരിക്കുന്നുണ്ട്. തൻ്റെ അമ്മായിയപ്പനായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയവേ മോശ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ അവൻ കർത്താവിൻ്റെ മലയായ ഹോറബിലെത്തി. അവൻ ശിരസുയർത്തി നോക്കിയപ്പോൾ മലമുകളിൽ കത്തിയെരിയുന്ന മുൾപടർപ്പ് കണ്ടു. മണൽപ്പരപ്പുകളെയും മരുപ്പച്ചകളെയും ഉപേക്ഷിച്ച് മലമുകളിലേക്ക് നോക്കാനുള്ള മോശയുടെ സന്നദ്ധതയാണ് അവന് ദൈവദർശനം കൊടുക്കുന്നത്. കണ്ണുകളെ മണ്ണിലുടക്കി നടക്കുന്നവർക്ക്, മണ്ണിൻ്റെ പരിമിതികളിൽ ജീവിക്കുന്നവർക്ക് വിണ്ണിൻ്റെ ദർശനങ്ങളിലേക്ക് ഉയരാനാവില്ല. ആടുകളുടെ ഇടയനായി നടന്നവൻ മരുഭൂമിയുടെ പരിമിതികളിൽ നിന്ന് ദൈവവാസത്തിൻ്റെ സങ്കേതമായ മലമുകളിലേക്ക് ശിരസുയർത്തിയപ്പോഴാണ് ദൈവത്തെ കണ്ടത്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം പരിചയപ്പെടുത്തുന്ന ലോത്തിൻ്റെ കഥ മറ്റൊരു നോട്ടത്തിൻ്റെ നേർസാക്ഷ്യമാണ്. അവിടെ അബ്രാഹവും ലോത്തും വേർപിരിയുകയാണ്. ലോത്തിൻ്റെയും അബ്രാഹത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ കലഹമുണ്ടായപ്പോൾ ലോത്തിനെ വിളിച്ച് അബ്രാഹം പറയുന്നു, നാം തമ്മിലും നമ്മുടെ സഹോദരങ്ങൾ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരങ്ങളാണ്. ഇതാ, നിനക്കിഷ്ടമുള്ള ഭാഗം തിരഞ്ഞെടുക്കാം. നീ വലത്തേക്ക് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തേക്ക്. ലോത്ത് നോക്കി. ജോർദാൻ സമതലം ഫലഭൂയിഷ്ടവും ജലാർദ്രവുമാണെന്ന് കണ്ടു. അവനത് തിരഞ്ഞെടുത്തു. ലോത്ത് തിരഞ്ഞെടുത്ത ജോർദാൻ സമതലം പിന്നീട് സോദോം ഗൊമോറയായി രൂപാന്തരപ്പെടുന്നതും, ഒരിക്കൽ ലോത്തിൻ്റെ കണ്ണുകൾക്ക് ഒത്തിരിയേറെ കൗതുകം പകർന്ന ആ സ്ഥലം പിന്നീട് തിരിഞ്ഞു നോക്കാതെ ലോത്ത് ഉപേക്ഷിച്ചു പോകുന്നതും നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണും. പ്രിയമുള്ളവരെ, മണ്ണിൻ്റെ പരിധികളിൽ നിന്ന് വിണ്ണിലേക്ക് ഉയരാനുള്ള, കാഴ്ചകളിൽ നിന്ന് ദർശനങ്ങളിലേക്ക് ഉയരാനുള്ള ക്ഷണമാണ് ഓരോ നക്ഷത്രവും നൽകുന്നത്. ജ്ഞാനികൾ പിന്തുടർന്നത് ആ നക്ഷത്രത്തെയാണ്, ദൈവിക ദർശനത്തെയാണ്. നടപടി പുസ്തകം പരിചയപ്പെടുത്തുന്ന സാവൂളിനെ നമുക്ക് പരിചയമുണ്ട്. ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നതിന് വേണ്ടി സമ്മതപത്രങ്ങൾ സമ്പാദിച്ച് തീഷ്ണതയോടെ ഓടി നടന്ന സാവൂൾ തൻ്റെ യാത്രയ്ക്കിടയിൽ ഒരു നാൾ ദൈവികമായ വെളിച്ചത്തിലേക്ക് തൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു. അയാൾ നിലംപതിക്കുന്നു.
കൂട്ടുകാർ അയാളെ താങ്ങിയെടുത്ത് നടത്തിക്കൊണ്ടു പോകുന്നു. അയാളുടെ കണ്ണുകളിൽ നിന്ന് അയാളുടെ ഭൗമികമായ കാഴ്ചകൾ അടർന്നു വീഴുന്നു. അയാൾ ദർശനമുള്ളവനായി മാറി. അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച സുവിശേഷ പ്രഘോഷകനായി മാറി. കാഴ്ചകളിൽ നിന്ന് ദർശനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന, അയാൾ ഇടപെടുന്ന പരിസരങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് സൗൾ അടയാളപ്പെടുത്തുന്നത്. 2, ജ്ഞാനികൾ സ്വപ്നങ്ങളെ വിലമതിച്ചു, പരിഗണിച്ചു. സ്വപ്നങ്ങൾക്കെല്ലാം വ്യക്തിപരമായ ഒരു തലമുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളിലെ നായകർ നമ്മൾ തന്നെയല്ലേ? ഉറക്കം കഴിയുമ്പോൾ അവസാനിക്കുന്ന, അസ്തമിക്കുന്ന സ്വപ്നങ്ങളെ നമുക്കുമുള്ളൂ. പക്ഷേ ദൈവം തരുന്ന ചില സ്വപ്നങ്ങളുണ്ട്. പൂർവ്വ യൗസേപ്പിനെ തേടി വരുന്ന സ്വപ്നം പോലെ, മരുഭൂമിയുടെ ഏകാന്തതയിൽ യാക്കോബിനെ തേടി വരുന്ന സ്വപ്നം പോലെ, യൗസേപ്പിനെ നിദ്രയിൽ നിന്നുണർത്തി കർമ്മനിരതനാക്കുന്ന ദൈവിക സ്വപ്നം പോലെ. ആ സ്വപ്നങ്ങളിലെ നായകൻ ദൈവമാണ്, ദൈവികമായ പദ്ധതികളാണ്. ദൈവം തരുന്ന സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ സ്വപ്നരൂപത്തിൽ ഒരുവനെ തേടി വരുന്നതാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ മിർയാമിനോട് ദൈവം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ ഞാൻ അവനോട് സ്വപ്നത്തിൽ സംസാരിക്കും. സ്വപ്നത്തിലൂടെ അവന് എൻ്റെ പദ്ധതികൾ ഞാൻ വെളിപ്പെടുത്തി കൊടുക്കും. ദൈവം അനുവദിക്കുന്ന സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളല്ലെന്നും ദൈവം നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ രൂപരേഖയാണെന്നും ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നായകനാകുന്ന, ദൈവഹിതം തുളുമ്പി നിൽക്കുന്ന ചില സ്വപ്നങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. കാരണം അനുദിനം നാം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ ഈ ഭൂമിയുടെ മായികതകളിൽ നമ്മെ തളച്ചിടും. സ്വർഗത്തിൻ്റെ ഉന്നത ദർശനങ്ങളിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണമെങ്കിൽ ദൈവം നായകനാകുന്ന സ്വപ്നങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് ജ്ഞാനികൾ തെളിയിക്കുന്നു. 3, അവർ പുതിയ വഴികളെ സ്വീകരിച്ചു. പരിചിതമായ വഴികളിലൂടെ നടക്കാൻ എന്നും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. പരിചയമുള്ള വഴികൾ തരുന്ന പരിചിതത്വവും സുരക്ഷയും എന്തൊരാശ്വാസമാണ്. പുതിയ വഴികളുടെ ആകസ്മികതയും ആശങ്കകളും അവയെ സ്വീകരിക്കാൻ പലപ്പോഴും നമ്മെ ഒന്നുകൂടി ചിന്തിപ്പിക്കും. ലോകത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് വന്ന ജ്ഞാനികൾ അവർക്ക് പരിചിതമായിരുന്ന വഴികളെ ഉപേക്ഷിച്ച് ഒരു പുതിയ വഴിയെ സ്വീകരിച്ചു എന്ന് സുവിശേഷം പറയുമ്പോൾ അതിനെ നിസ്സാരമായി കാണാൻ നമുക്കാവില്ല. കാരണം ഇനി അവരെ വഴി നടത്താൻ ആ പഴയ നക്ഷത്രമില്ല. ക്രിസ്തുവിൽ നിന്നും സ്വീകരിച്ച പുതിയ വഴികളുമായി തങ്ങളുടെ വിദൂരതകളിലേക്ക് അവർ തനിച്ച് മടങ്ങിപ്പോകും. ക്രിസ്തുവിനെ പരിചയപ്പെട്ടവരെല്ലാം പുതിയ വഴികളിലൂടെ നടക്കുന്നത് സുവിശേഷം എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. സമരിയക്കാരി സ്ത്രീ കുടം അവൻ്റെ കാൽക്കൽ വെച്ചിട്ട് ഗ്രാമത്തിലേക്ക് ഓടുന്നതിനെ യോഹന്നാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അവൾ ഉപേക്ഷിച്ചു പോകുന്ന കുടം അവളുടെ പഴയ ജീവിതത്തിൻ്റെ, വഴിതെറ്റിയ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. അവളുടെ കഴിഞ്ഞകാല ജീവിതം പോലെ ആ കുടവും ശൂന്യമാണ്. ക്രിസ്തുവിൻ്റെ സന്ദേശം നിറഞ്ഞ അവൾ അത് പ്രഘോഷിക്കാനായി പഴയതെല്ലാം ഉപേക്ഷിച്ച് പുതുമകളിലേക്ക് തിടുക്കപ്പെട്ട് യാത്രയാവുന്നു. ധനസമ്പാദനത്തിൻ്റെ കുറുക്കുവഴികളെ വെടിഞ്ഞ് ഈശോയെ പരിചയപ്പെടുന്ന സക്കേവൂസ് പങ്കുവയ്ക്കലിൻ്റെ വിശാല വീഥികളിലേക്ക് നടക്കുന്നത് നാം സുവിശേഷത്തിൽ കാണും. അയാൾക്കിനി ഒന്നും സമ്പാദിക്കേണ്ടതായിട്ടില്ല. എല്ലാം പങ്കുവയ്ക്കാനുള്ള വ്യഗ്രത അയാളെ ഭരിക്കുകയാണ്. പാപിനിയായ സ്ത്രീ ഇനിയൊരിക്കലും പഴയ പാപങ്ങളുടെ വഴിയെ നടക്കില്ല. കാരണം താൻ ഇനി ഒരിക്കലും പാപത്തിൽ വീഴരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളെ അവൾ കണ്ടെത്തിക്കഴിഞ്ഞു. അവൾക്ക് നടക്കാൻ ഇനി അവൻ തെളിച്ചു തന്ന പുണ്യങ്ങളുടെ പാതകൾ ധാരാളമുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തുവെന്ന മാർഗത്തിലൂടെ നടന്ന് മാർഗവാസികളായവൻ്റെ പിൻതലമുറയാണല്ലോ നാം. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിലൂടെ നടന്ന് സ്വർഗത്തിലെത്തിച്ചേരാൻ ഭൗമിക തീർത്ഥാടനം നടത്തുന്നവരാണല്ലോ നാം ഓരോരുത്തരും. ജ്ഞാനികളുടെ പാത പിന്തുടർന്ന് അവർ തെളിച്ചു തന്ന മാർഗരേഖ പിന്തുടർന്നുകൊണ്ട് സ്വർഗത്തിലേക്കെത്താൻ,
സ്വർഗത്തിൻ്റെ ഉന്നതമായ ദർശനങ്ങളെ സ്വന്തമാക്കാൻ ഈ ജ്ഞാനികൾ നമ്മെ ക്ഷണിക്കുന്നു. ജ്ഞാനികളെപ്പോലെ ദൈവിക ദർശനങ്ങളെ എന്നും പിന്തുടരുന്നവരായി നമുക്ക് മാറാം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന, ദൈവം നായകനാകുന്ന സ്വപ്നങ്ങളെ നമുക്ക് ആഗ്രഹിക്കാം. ദൈവം കാണിച്ചു തരുന്ന പുതുവഴികളെ തീക്ഷ്ണതയോടെ പുൽകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.